ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കുക കേട്ടോ, റെസ്റ്റ് എടുക്കുമല്ല, ശകലം മീൻ വറക്കുമോ ഞാൻ. അപ്പോൾ എൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞു, ഞാനിങ്ങനെ ഇരിക്കുക. അന്നേരം ചുമ്മാ എനിക്കൊരു ചെറിയൊരു പാട്ട് എൻ്റെ മനസ്സിൽ വന്നു. ഇനി ഞാൻ എപ്പോഴും പാടുന്ന പാട്ടാട്ടോ അത്. 2 ലൈനേ ഞാൻ പാടുള്ളൂ, അത് കൂടുതലൊന്നും പാടില്ല. ഈ എന്ന് വെച്ചാൽ ജാനി അമ്മ, സുശീലാമ്മ, ചിത്ര ചേച്ചി, അങ്ങനെ അവരെ മാതിരിയൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒരു പാട്ട് എനിക്ക് ഒരു നേരം പോകും. അത് ഇങ്ങനെ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും, അതെനിക്കൊരു ഇഷ്ടമാണ്. പിന്നെ കൊച്ചിലെയൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മാപ്പിള ഗാനങ്ങൾ, പിന്നെ നാടകം, പിന്നെ ആക്ടിങ്, ഇതൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഞാനൊരു പാട്ട് പാടട്ടെ, 2 ലൈനുള്ളൂ കേട്ടോ, അത്രേ ഞാൻ പാടുള്ളൂ, അത്രയുള്ള സ്റ്റാമിനയേ ഉള്ളൂ. അത് തെറ്റാണോ, ആ ലൈൻ അങ്ങനെയാണോ എന്ന് പോലും എന്നോട് ചോദിക്കരുത്. ഞാൻ എന്തൊക്കെയോ പാടും, അതെൻ്റെ മനസ്സിൻ്റെ ഒരു കുളിർമ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പം, എന്നെ സംബന്ധിച്ച് ഒരു ദുഃഖം എനിക്കുണ്ടാവുകയാണെങ്കിൽ, അതായത് ഏത് സമയം നല്ല ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ, വേറെ രീതിയിലല്ല കേട്ടോ, നമുക്ക് അല്ലറ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം തിരിച്ചു കിട്ടും. എനിക്കങ്ങനെയാണ് കേട്ടോ. ചിലർ പറയും സൈലൻ്റായിട്ടിരിക്കണേ ഇഷ്ടമൊന്നും, എനിക്കങ്ങനെയല്ല. എനിക്കൊരു പാട്ടൊക്കെ കേട്ട് നല്ല ത്രില്ലിൽ ഇരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടായിട്ടോ, എപ്പോഴും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുമാണ്. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ ഇനിയും, സ്വപ്നം കാണാറുണ്ടോ, സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ ഇനിയും, സ്വപ്നം കാണാറുണ്ടോ. ഈ പാട്ട് ഇങ്ങനെയാണോന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെയേ പാടുള്ളൂ, അത്രേ ഉള്ളൂ. ആരാ ഇത് പാടിയേക്കണമെന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായത്. എപ്പോഴും എൻ്റെ ചുണ്ടത്തിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു, ഇച്ചിരി വെള്ളം കൂടെ കുടിച്ച് ഗുളിക അങ്ങനെയെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ചുമ്മാ ഇരിക്കും. ഇപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, നിങ്ങൾക്ക് സുഖമാണോന്ന് അറിയണ്ടേ, അതൊരു പാട്ടായിട്ട് ഞാൻ പാടാം. സുഖം തന്നെയോ നിങ്ങൾക്ക്, സുഖം തന്നെയോ സ്വപ്നസഖി, സുഖം തന്നെയോ ഇന്നു നാം തമ്മിൽ അന്യരാണെങ്കിലും ഒന്നു ഞാൻ രഹസ്യമായി ചോദിക്കുന്നു, സുഖം തന്നെയോ. അപ്പോൾ അത്ര വലിയ ഇതൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു രസം, നമുക്കൊരു ടൈം പാസ്, അത്രേ ഉള്ളൂ. എല്ലാ ദുഃഖങ്ങളും മറക്കുക, അങ്ങനെയുള്ളൊരു സംഭവം ഇത്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.